ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ 6 മണി തൊട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് റുട്ടീനാണ് കേട്ടോ. നമ്മുടെ മോർണിംഗ് റുട്ടീനാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം നല്ല മഴ പെയ്ത് നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര ചൂടാണ്, ഇപ്പോൾ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണോ എന്നറിയത്തില്ല, നല്ലോണം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ അതിശയകരമായൊരു സംഭവമാണ്. ജൂൺ മാസം ഈ ചൂട് സമയത്ത് നമുക്കിവിടെ ചെന്നൈയിലൊരു മഴ കിട്ടുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴേക്കും നല്ല ക്ലൈമറ്റും ആയിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനൊക്കെ പറ്റും കേട്ടോ. ചൂടാണെങ്കിലാണ് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ്, മഴയായാലും എഴുന്നേൽക്കാൻ മടിയാണ്, അതുപോലെ തന്നെ ജോലികൾ ചെയ്യാനും ഉഷാറില്ല. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് ഈ വെയിൽ വരുമ്പോഴാണ് ഒട്ടും പറ്റാത്തത്. മഴയത്ത് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റീവ് ആവുന്ന ഒരാളാണ് കേട്ടോ. എല്ലാവരും മഴയത്ത് മടി പിടിച്ച് മുടിപ്പൊതിച്ച് ഉറങ്ങാനൊക്കെ നോക്കുമല്ലേ, പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഇവിടുത്തെ മഴ സമയത്തുള്ള വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലൊരു എനർജി ആയിരുന്നു, നല്ലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്നു. അപ്പോൾ ഈ ഒരു റുട്ടീൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീനാണ്. ഇനിയിപ്പോൾ ആമിക്ക് മൺഡേ മുതൽ സ്കൂൾ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതിയേ. അപ്പോൾ എനിക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റാലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ റുട്ടീനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആദ്യമേ ചാടി കയറിയിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 മണിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി 6 മണി എന്നുള്ളത് 5:45, 5:30, 5:15, 5 മണി, അങ്ങനെ പതിയെ ഈ 2-3 ദിവസം കൊണ്ട് തന്നെ സമയം ഇങ്ങനെ മാറ്റാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ആമിയുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും 6 മണിക്ക് എഴുന്നേറ്റ് രാവിലെ തന്നെ പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്ന് കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ ഒന്ന് കേട്ട് നമ്മുടെ സൺറൈസ് എല്ലാം കണ്ടിട്ട് കോലം ഒന്ന് വരച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് കോലം വരച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ അനക്കം തട്ടുമ്പോഴേ ഭയങ്കര ചാട്ടവും ഓട്ടമാണ്. അതുവരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന മീനുകളാണ്. എനിക്ക് തോന്നുന്നു ഈ സൗണ്ടിൻ്റെ ഇത് കേട്ടിട്ടായിരിക്കണം, അല്ലാതെ നമ്മുടെ പ്രസൻസ് അവർക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇവർ നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതേ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ന്യൂസ് വെച്ചു. ന്യൂസ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ന്യൂസ് കേൾക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ച് ഒന്ന് റെഡി ആയതിന് ശേഷം വന്നിട്ട് വിളക്ക് വെക്കുകയാണ്. അപ്പോൾ രാവിലെ വിളക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഞാൻ വിളക്ക് വയ്ക്കാറുണ്ട് മാക്സിമം. ഇന്ന് ഞാനൊരു 6:45 തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിട്ട് നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ടാണല്ലോ വിളക്ക് വെച്ചത്. പിന്നെ കിച്ചണിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഇനി വേണം എനിക്ക് കിച്ചണിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ധൂപ് സ്റ്റിക്ക് ഉണ്ടല്ലോ ഇത് നല്ല വെയിറ്റ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇത് നല്ല അഫോർഡബിളും ആണ്. എനിക്ക് തോന്നുന്നു 250 രൂപയ്ക്കൊക്കെ അത്യാവശ്യം വർത്ത് തന്നെയാണ്. കാരണം നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ്. ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഈ സെയിം സംഭവം ഇല്ല, ഇതിൻ്റെ വേറൊരു മോഡലാണുള്ളത്. അപ്പം മീഷോയ്ക്കകത്തും കുറേ അധികം മോഡലുകൾ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇത് വെക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വീടിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ധൂപ് സ്റ്റിക്ക് കത്തിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കിച്ചണിൽ വേണമെങ്കിലും വെക്കാം. ഞാനങ്ങനെ കിച്ചണിൽ ധൂപ് സ്റ്റിക്ക് ഒന്നും വെക്കാറില്ല. അപ്പോൾ അതേ രാവിലത്തെ നമ്മുടെ കിച്ചണിലെ പണികളിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന ഉടനെ ആദ്യമേ തന്നെ തലേ ദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാനെടുത്ത് അതാത് സ്ഥാനത്ത് വെക്കും. അത് കഴിഞ്ഞിട്ടേ എൻ്റെ ബാക്കി പണികളിലേക്ക് ഞാൻ കയറത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം തലേ ദിവസം ഞാൻ കിടന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്ത് അതിൻ്റെ റിങ്ങും അതിൻ്റെ സ്റ്റാൻഡും എല്ലാം കഴുകി വെച്ചിട്ടാണ് കിടന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രോസറി ഷോപ്പ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഞാനൊരു പുതിയൊരു ഇൻസെക്റ്റിനെ കൊല്ലുന്ന ഒരു ജെല്ല് മേടിച്ചു. അപ്പോൾ അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. എന്തായാലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പാറ്റയൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ രാത്രിയൊക്കെ പാറ്റയുടെ ശല്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും രാവിലെ ശല്യമില്ലാതെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കിച്ചൺ നല്ല സ്മെല്ലുമാണ്.
നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം തലേ ദിവസം രാത്രി നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. കിച്ചണിൽ വന്ന് ജോലി ചെയ്യാനും നമുക്ക് തോന്നും. അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ദേവികയാണ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പനി ആയതിനു ശേഷം പഴയ പോലെ റൊട്ടീനൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നല്ല മടിയാണ്. മടി മാത്രമല്ല, ആ ഒരു 5 മണിക്ക് ആ കുട്ടി എഴുന്നേറ്റോണ്ടിരുന്നത് ഇപ്പോൾ ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അപ്പോൾ റൊട്ടീനൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ ഞാനും ഇതേ ഒരു ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമുക്ക് റുട്ടീനൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുക്കുക കേട്ടോ. നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ എനിക്കും ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ വീടൊക്കെ വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ നല്ല ടെൻഷനും ദേഷ്യമൊക്കെ വരാറുണ്ട്, ഭയങ്കര സ്ട്രെസ്സാവും എനിക്കും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ പെർഫെക്ഷൻ നമ്മളിങ്ങനെ നോക്കി നടന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാവും. എനിക്ക് ഇതേ പ്രശ്നമുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ പതിയെ മാറ്റിക്കൊണ്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും വീട് വൃത്തിയായിട്ടിരിക്കണമെന്നും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് റുട്ടീൻ ഫോളോ ചെയ്യണമെന്നൊന്നും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളങ്ങ് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അസുഖമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ശരീരമൊക്കെ നോക്കിയാലേ നമുക്ക് വീണ്ടും പഴയൊരു റുട്ടീനിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ കഴിഞ്ഞ 2-3 വ്ളോഗിലായിട്ട് പറഞ്ഞിരുന്നല്ലോ, ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് റുട്ടീൻ തിരിച്ചു പിടിക്കാനായിട്ട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി. ഏകദേശം ഒരു 2 ആഴ്ചയോളം ഞാൻ മാനസികമായിട്ട് വിഷമത്തിലായിരുന്നു കേട്ടോ. പിന്നെ പതിയെ ഓരോന്നായിട്ട് ചെയ്താണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒറ്റ ദിവസം തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സ്ട്രെസ് ആയിരിക്കും. കുറേശ്ശെ പതിയെ നമ്മുടെ റുട്ടീനിൽ ചേഞ്ച് കൊണ്ടുവന്ന് ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടു ഡു ലിസ്റ്റിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പതിയെ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ റുട്ടീനിലും ചേഞ്ചസ് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ആ ഒരു ബാക്ക് ടു ട്രാക്കിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഇപ്പോൾ ദേവികയ്ക്കൊക്കെ ചെറിയ മക്കളാണുള്ളത്. അപ്പം അവരെയും വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അസുഖമുള്ള സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട, എല്ലാം പതിയെ ശരിയാക്കി എടുക്കാൻ പറ്റും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആണ്. രാവിലെ തന്നെ ഞാൻ ലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാറും ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു സൈഡിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിൽ തന്നെ സാമ്പാറിന് വേവിക്കാനുള്ള പരിപ്പ് വെച്ചു. പിന്നെ നമുക്കിനി ദോശയൊക്കെ ചുട്ടെടുക്കണം. പാവയ്ക്ക ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ പണികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹോദരി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേയും നമുക്ക് കമന്റ് ഇട്ടിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഡെത്ത് ആങ്സൈറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു സഹോദരിയാണ്. അപ്പോൾ ആ സഹോദരിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കമന്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ കമന്റ് ഇങ്ങനെയാണ്: എൻ്റെ മകൾ ഇനി +1 അവൾ ഒരു ഇൻട്രോവേർട്ടാണ്. അവൾക്ക് സ്കൂളിൽ പോകാൻ പേടിയും സ്ട്രെസ്സും ഒക്കെ തോന്നുന്നുണ്ട്. സ്കൂളിൽ പോയാൽ ഫ്രണ്ട്സ് നിർബന്ധമായും വേണമെന്നുണ്ടോ? അവൾക്ക് പഴയ സ്കൂളിൽ റാഗിംഗ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം ഇപ്പൊ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അവളെ സ്കൂളിൽ അയക്കാൻ ഞങ്ങൾക്ക് നല്ല പേടിയാവുന്നു. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ ചെയ്യണേ. ജൂലൈ 2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ കുറേ നാൾക്ക് മുന്നേ സംസാരിക്കണമെന്ന് വിചാരിച്ച് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറേ ടോപ്പിക്കുകൾ ഇങ്ങനെ നോക്കി വെച്ചേക്കും. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ ഒരു കമൻറ്റ് വന്നത്. അപ്പോൾ ഞാൻ ഈ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വീഡിയോയിൽ കുറച്ചും കൂടി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പം ഞാൻ വായിച്ചറിഞ്ഞതും നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളും അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് സംഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് എൻ്റെ മാത്രം അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനോട് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സഹോദരിയെ നമുക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും സ്വഭാവ രൂപീകരണം പല രീതിയിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു വീട്ടിലെ 2 മക്കളുണ്ടെങ്കിലും 2 കുട്ടികളും 2 വ്യത്യസ്ത സ്വഭാവം ഉള്ളവരായിരിക്കും. ഇപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർമുഖൻ അല്ലെങ്കിൽ അന്തർമുഖി എന്ന് പറയും. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ആരുമായിട്ടും അധികം അങ്ങനെ സംസാരിക്കാതെ അവരുടെ
അവരുടെ ലൈഫിലേക്ക് ഒതുങ്ങി കൂടുന്ന അത്തരം ആളുകളെയാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർ കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിൽക്കാനും ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് എക്സ്പോസ്ഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അതായത് ബഹിർമുഖൻ അല്ലെങ്കിൽ ബഹിർമുഖി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇതിനിടയിൽ വരുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവരെയാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പം ആംബിവേർട്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലാണ്. അപ്പം ഇത്തരം ആളുകൾക്ക് സൈലൻസും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ ചേരാനും ഇഷ്ടമാണ്. പക്ഷേ ഇവർക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കംഫർട്ട് സോണിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് മാത്രമാണ് അവർ ഇടപഴകുക. അപ്പോൾ പൂർണ്ണമായിട്ടും ഇൻട്രോവേർട്ടും അല്ല, പൂർണ്ണമായിട്ടും എക്സ്ട്രോവേർട്ടും അല്ലാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു സ്വഭാവം ആംബിവേർട്ട് ക്യാരക്ടറിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ക്യാരക്ടർ ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ആംബിവേർട്ട് എന്ന് പറയുമ്പോഴേക്കും എല്ലാ സാഹചര്യങ്ങളുമായിട്ടും പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യും, എന്നാൽ അവർ എല്ലാവരുമായിട്ടും കൂടുതൽ അടുക്കത്തുമില്ല, എന്നാൽ എല്ലാ ഗ്രൂപ്പിലും അവരുടെ പ്രസൻസ് കാണുകയും ചെയ്യും. അതേപോലെ തന്നെ സൈലൻസ് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അപ്പോൾ ഇത്തരം ആളുകളും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സഹോദരി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ മകള് +1 പോവാണ്. മകള് ഇൻട്രോവേർട്ട് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകാനായിട്ട് നല്ല പേടിയും സ്ട്രെസ്സും ഒക്കെ തോന്നുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോയാൽ ഫ്രണ്ട്സ് നിർബന്ധമായും വേണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫ്രണ്ട്സിനുള്ളൊരു പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രായം അനുസരിച്ച് അവളിപ്പോൾ കൗമാര പ്രായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ മാനസികമായും ശാരീരികമായും കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ സ്വന്തം തീരുമാനത്തിലായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുക. ഞാനൊക്കെ ആണെങ്കിൽ പല സ്കൂളുകളിലായിട്ട് മാറി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പല സ്കൂളുകളിലും പലതരം ഫ്രണ്ട്സാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആരുമായിട്ട് ഞാൻ ഒരുപാട് അടുക്കാറില്ല, എന്നാൽ ഞാൻ അടുത്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഇന്നിപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും തന്നെ കൂടെ ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു സ്കൂൾ ജീവിതത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിൻ്റെ ആ ഒരു അന്തരീക്ഷവുമായി പരിചയപ്പെട്ട് ആ ഒരു കുട്ടികളുമായിട്ട് ഇടപെട്ട് അവരുടെ ക്യാരക്ടറുമായിട്ട് ചേർന്ന് വരുന്ന സ്വഭാവത്തിലുള്ള കുട്ടികളെ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മൾ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടതല്ലേ. എൻ്റെ ഒക്കെ ഒരു +2, +1, 10th ആ ഒരു കാലഘട്ടത്തിലൊക്കെ എൻ്റെ നല്ല സുഹൃത്ത് എൻ്റെ അച്ഛനായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയുകയും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ അച്ഛനാണ്. നമ്മൾ മാതാപിതാക്കൾക്ക്, അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. കാരണം ഒരു ഫ്രണ്ട് നമുക്ക് തരുന്ന ഒരു ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതിനേക്കാളും ഏറ്റവും വലുതായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഫ്രണ്ടായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ അവരിൽ ഒരാളായിട്ട് അവരെ പോലെ ചിന്തിച്ച് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് മാറുക. എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം അതാണ് കേട്ടോ. എൻ്റെ ഓരോ ഏജിലും എൻ്റെ മാനസിക വളർച്ചയ്ക്കൊപ്പം നിന്ന് എന്നെ കൂടെ നിന്ന് ഗൈഡ് ചെയ്ത് അച്ഛൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ അതേസമയം ഭയഭക്തി ബഹുമാനവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എൻ്റെ അച്ഛന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മാതാപിതാക്കൾ നല്ലൊരു സുഹൃത്തായി മാറിക്കഴിഞ്ഞാൽ തന്നെ അവിടെ പകുതി പ്രശ്നം തീരും. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആ കുട്ടികൾ കൂടെയുള്ള ഫ്രണ്ട്സ് നല്ലവരാണോ എന്നുള്ളതും കൂടി അടിസ്ഥാനമാക്കി ഇരിക്കുമല്ലേ. അപ്പോൾ നല്ല സുഹൃത്തിനെ കിട്ടാനായിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ അവർക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് അവർ കണക്കാക്കും. പിന്നെ ഇൻട്രോവേർട്ട് ആണെന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആരുമായിട്ടും സംസാരിക്കില്ല, സഹകരിക്കില്ല, വല്ലാത്തൊരു സ്വഭാവം
സ്വഭാവമാണെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് തെറ്റായ ധാരണകളുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സെൽഫ് ലവ്, സെൽഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ ഇന്നർ സെൽഫിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാനും കഴിയും. പിന്നെ നമ്മൾ കുട്ടിയോട് സംസാരിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൗൺസിലിംഗ് നേടുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ മോള് മുന്നേ ഉള്ള ക്ലാസ്സിൽ റാഗിങ് അനുഭവിച്ചത് കൊണ്ടുള്ളൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കുട്ടിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. ചെറിയ പ്രായം തൊട്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് എൻ്റെ അച്ഛൻ ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പല ജീവിത സാഹചര്യങ്ങളോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളതൊരു വലിയ പാഠമായിട്ട് എടുക്കുക. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യുക. അവിടെ നമ്മൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, വളരെ ശക്തവും സ്പഷ്ടവുമായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യാൻ സംസാരത്തിലൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒന്നിനെയും പേടിച്ച് അല്ലെങ്കിൽ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ. പിന്നെ കൂട്ടുകാരൊക്കെ നല്ലവരാണോ മോശപ്പെട്ടവരാണോ എന്നൊക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കാനുള്ളൊരു സമയമായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പം അതിനിടയിൽ ചീത്ത അല്ലെങ്കിൽ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ട് കുട്ടിക്ക് പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് ഒതുങ്ങി നിൽക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചിട്ട് ആരോടും മിണ്ടരുതെന്നോ ഫ്രണ്ട്സ് വേണ്ടാന്നോ അല്ല. എല്ലാവരിലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കാര്യത്തിൽ പേടിച്ച് മകളെ സ്കൂളിൽ വിടാതിരിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജീവിത സാഹചര്യങ്ങളിലുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ അവരെ ഇത്തരം സാഹചര്യങ്ങളോട് ഇഴുകി ചേർത്ത് തന്നെ വളർത്തുക കേട്ടോ. അവരെ എല്ലാത്തിനും ധൈര്യമായിട്ട് മുന്നോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ നമ്മളാണ് അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത്. നമ്മളും അവർക്കൊപ്പം പേടിച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. പകരം നിന്നെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനും നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ എപ്പോഴും സ്നേഹിക്കുമെന്നോ കൂടെ എല്ലാവരും കാണുമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് സിറ്റുവേഷനിൽ ഒറ്റപ്പെടും. നമ്മളെ കൂടെ നിന്നവർ പുറകിൽ നിന്ന് കുത്തുന്ന കൂട്ടുകാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന കൂട്ടുകാരുണ്ട്. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. അവസാനം നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആളുകളുമായിട്ട് ഇടപെടാത്ത ഒരാളിന് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തേയില്ല കേട്ടോ. കാരണം അവരവരുടെ സെൽഫിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സ്വയം സ്നേഹിച്ച് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് കേട്ടോ. പിന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. നമുക്ക് തോന്നും അവർ മറ്റുള്ളവരോട് മിണ്ടുന്നില്ല, സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും ആളുകളുടെ സ്വഭാവം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ച് അവരൊരു വിലയിരുത്തൽ നടത്തും. എന്നിട്ട് അവർ സൈലൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതെ എന്നാൽ സ്വന്തം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വലിയ സക്സസ്സിലേക്ക് ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന അറിയപ്പെടുന്ന ഒരുപാട് മഹാന്മാരായ വ്യക്തികളിൽ പലരും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇതൊരു വലിയൊരു സംഭവമായിട്ട് കാണേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് സർവ്വസാധാരണമാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയതും ഫോണിൻ്റെ ഉപയോഗം കൂടിയതും ഒക്കെ കുട്ടികളെയും മുതിർന്നവരെ പോലും ഇൻട്രോവേർട്ട്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോകം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പരസ്പരം മറ്റുള്ളവരുമായിട്ട് സംസാരം കുറയുന്നു. എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ചെയ്തേക്കാട്ടോ. ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസവും മഴ പെയ്തു എന്നപ്പം നല്ല മഴ പെയ്ത് അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ഇങ്ങനെ ക്രാവിങ്സ് വന്നത് നല്ല ചൂട് ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ കഴിക്കണമെന്ന് തോന്നിയായിരുന്നേ. അപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസും ഹസ്ബൻഡിനും മോൾക്കും നൂഡിൽസും ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും ഹെൽത്തി അല്ല എന്നറിയാം, എന്നാലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ മേടിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചതാണ് കേട്ടോ. അപ്പം ഈ നൂഡിൽസും കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കത്തില്ല, ഫ്രൈഡ് റൈസ് കഴിക്കാറുണ്ട്, പക്ഷേ നൂഡിൽസ് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിനിടയിൽ തന്നെ രാവിലെ മല്ലിയൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി അത് കൊണ്ടുപോയി പൊടിപ്പിച്ചൊക്കെ എടുക്കണം, മില്ലൊക്കെ കൊടുത്ത് അരച്ച് മേടിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.